ഹായ് ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഐഷാഡോ പാലറ്റ് മേടിക്കുന്നത്. എനിക്കിത് യൂസ് ചെയ്യാൻ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഇത് തരുന്നത്. ഒരെണ്ണം എനിക്ക് തന്നിട്ട് ഒന്ന് ഇത് എടുത്തോളം അവൾ എനിക്കത് ഇട്ട് തന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുവരെ എനിക്കിത് യൂസ് ചെയ്യാനോ ഇതിനോടൊരു എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഗ്ലിറ്ററിങ് ഒക്കെ. നമുക്ക് പെൺപിള്ളേർക്ക് അത് പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു വൺസ് ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഭാഗമാവും, അഡിക്ഷനാവും. അത് ഞാൻ അധികം പ്രൊഡക്ട്സ് അങ്ങനെ മേടിക്കാറില്ല. കാരണം ഷൂട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് ഇതിനെക്കുറിച്ച് അധികം കാര്യമായിട്ട് അറിയില്ല. എനിക്ക് ചെറുതായിട്ട് എൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാര്യമായിട്ട് ഈ മറ്റേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക, അതിൻ്റെ നമ്മുടെ അനുസരിച്ചുള്ള ഷെയ്ഡ് എടുക്കാമെന്നും എനിക്കറിയില്ല. പിന്നെ ഓവർ മേക്കപ്പ് ചെയ്യുന്നതും എനിക്ക് തീരെ ഭംഗിയില്ല. അപ്പോഴും എൻ്റെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യലാണ് ചെയ്യാറ്. അപ്പം തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നാറുണ്ട്. ഓവർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് മാറും എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാനത് പഠിച്ചിട്ടില്ല സത്യത്തിൽ. അതാണ് എൻ്റെ ഒരു ഇത്. എന്തിനാ ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറയണമെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെയാണ് എനിക്കൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ അവസാനിക്കണമെന്ന് എനിക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ഐഷാഡോ പാലറ്റ് മേടിച്ചു. ഇതാണ് പറഞ്ഞും പിടിച്ച് വരുന്നത്. അപ്പോൾ ഇത് മേടിക്കാൻ ഇതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ രണ്ടായാലും രണ്ട് ഷെയ്ഡ്, ഒരു വൈറ്റ് ഹെയർ വന്നിട്ടുണ്ട്. രണ്ടായാലും രണ്ട് എന്താ പറയുക, രണ്ട് ഷെയ്ഡ് എനിക്ക് കാര്യമായിട്ട് അറിയൊന്നുമില്ല. അപ്പോൾ ഇത് ട്യൂട്ടോറിയലൊന്നും അല്ല, ജസ്റ്റ് ഒരു ഫൺ, എൻ്റെ കൂടെ ഒരു വീഡിയോ, അത്രയേ ഉള്ളൂ. ഇതെനിക്ക് മേടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് സത്യത്തിൽ ശരിക്കും ഇത് മാൾസിൻ്റെ ആണ്. 12 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൻ്റെ ഇതൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് മേടിച്ചിട്ട് ഞാൻ അമ്മയുടെ കണ്ണിലൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ചേരുന്ന കുറച്ച് ഷെയ്ഡ്സ് പോലെ. പിന്നെ മാത്രമല്ല ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിനാകെ 200 സംതിങ് ഉള്ളൂ, 250 താഴെയായിട്ട് വരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഇത് വലിയ യൂസൊന്നും ഇല്ലാത്ത, നമുക്ക് റെഗുലർ യൂസിനൊക്കെ ഒരു ചെറിയ നോർമൽ ഐഷാഡോ പാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പം ഞാനും പഠിക്കാൻ, നമുക്ക് നോക്കാം. ചെയ്ത് പഠിക്കാൻ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ അല്ലേ? ഓക്കെ, വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല. ഓക്കെ, ഞാൻ ഇത് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഇത് രസമുള്ളൊരു പരിപാടിയാണ്. കാരണം ഭയങ്കര എൻഗേജ്മെൻ്റ് ആണ്. കണ്ട, അതിടുമ്പോൾ കണ്ണിൻ്റെ ഷെയ്ഡിന് തന്നെ വ്യത്യാസമാണ്. വൈറൽ ഇൻഫെക്ഷൻ കാരണമാണ് എൻ്റെ സൗണ്ടിനൊക്കെ ഒരു അടവ് വന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സങ്കടം ഇതാണ്. അതിൻ്റെ പുറത്ത് ഞാൻ മാസങ്ങളും ഷൂട്ട് ചെയ്യാതിരിക്കുന്നത്. ഈ ചൂടെടുത്തിട്ട് നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ലല്ലോ, ഭയങ്കര സങ്കടമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും രണ്ട് കണ്ണും ഒരുമിച്ച് 2 ഷെയ്ഡ് ചെയ്ത് പോയി നോക്കാം. നമുക്ക് വേറൊരു ഷെയ്ഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏതിട്ടത് മറന്നുപോയില്ലോ. ഭയങ്കരമായിട്ട് വരുന്നു. എനിക്കത് ഇതിലറിയാൻ പാടില്ല. അതുകൊണ്ട് അറിയുന്ന കുട്ടികളാരും തന്നെ ഒന്നും പറയരുത്. അറിയില്ലാത്ത കുട്ടി ചെയ്ത് പഠിക്കണു. ഇതിപ്പോൾ 2 വരെ പോലെ ഇരിക്കണ്ടല്ലോ. സോറി, ഞാനേ അങ്ങോട്ട് കണക്ക് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ശ്രദ്ധ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. വിങ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യേ, ഞാനിത് മേടിച്ച പക്ഷെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തെങ്ങനെയാണ്? അയ്യേ, അത് ഈ ലൈറ്റിലാട്ടോ അത്രയും പ്രശ്നം. കൺമാടി നോക്കുമ്പോൾ ഇത്ര സീൻ അറിയുന്നില്ല. ഞാനിങ്ങനെയൊക്കെയാണ് പുറത്ത് പറയീശ്വര. എൻ്റെ ഇടയിൽ ചൂട് കാരണം അത്രയും ടെൻഷൻ വരുന്നത്. അതുകൊണ്ട് അത്രയും തെറ്റിപ്പോകുന്നത്. ഞാനേ ചൂടെടുക്കാൻ മുമ്പ് എങ്ങനെയും തീർക്കട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വൃത്തികേട് മറിക്കാം. ഈശ്വര, അതവിടെ എനിക്ക് മനസ്സിലാവണത് ഞാൻ ഈ ഫോണിൽ നോക്കിയിടുന്നത് കൊണ്ടാണ്. എന്തോ ആണ് ഇത് ചെയ്യുക. ഞാൻ ഇവിടെയും കൂടി ഇടും, പിന്നെ ഇപ്പുറത്ത് വേറൊരു ഷെയ്ഡ് ഇടും. ഇങ്ങനെയൊക്കെ തോറ്റു. ഇതിൽ എനിക്കറിയാൻ മേല. ഞാൻ പോകണമാണ് ഈ പരിപാടി ശ്രമിച്ചിട്ട്. ഇത്രയും ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചില്ല. അയ്യോ, എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചു. ഇതിലും ഭേദം ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എനിക്കിതാണ് കണ്ണെഴുതി കഴിഞ്ഞ് ശരിയാവുമായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നുന്നത് എല്ലാവരും ചെയ്യണം. പിന്നെ ഇവിടേക്ക് എന്തൊക്കെ ചെയ്യാറുണ്ട് സാധാരണ. അയ്യോ, ഇവിടെ ആവാൻ പാടില്ലായിരുന്നു. എന്ത് കാണിച്ചു കോൺഫിഡൻ്റ് ആയിട്ട് തൊലിക്കെട്ടിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇനി ഞാൻ കുറച്ച് ഗ്ലിറ്ററിങ് വെച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഭംഗി വരും. യെസ്, കണ്ട കുഴപ്പമില്ല അല്ലേ? മടുത്തു. എനിക്കിപ്പോൾ തന്നെ ബോറടിച്ചു, പറ്റണില്ല എന്നെ കൊണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായത് ഇത് ഈ നമ്മൾ ഈ ഫോൺ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ നോക്കി നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കൊണ്ടോ വേർക്കണം, ഒരു ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക്
കണ്ണ് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ. 1/2 കിലോ സാധനം തീർന്നുണ്ട് എന്തായാലും പഠിച്ചിട്ട്. എന്തൊരു കഷ്ടം. ഞാൻ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതെന്തായാലും കൊളായിട്ടുണ്ട്. അപ്പോൾ ഇതാരും ഫോളോ ചെയ്യണ്ട എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കണ്ണെഴുതി നമുക്കിത് തീർക്കാം എന്നാണ് എൻ്റെ ഒരു അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ എനിക്കപ്പോൾ അറിയില്ല എന്ന് ആദ്യം. അത് ഇത്തിരി ഹാർഡായിട്ടുണ്ട്, മാറ്റണം. സ്മോക്കി ഐസാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് ഐലൈനർ ഉണ്ടല്ലോ, പെർഫെക്ഷനോ. അയ്യോ, ഇതും ഈ ലൈറ്റിലായതുകൊണ്ട് മേ ഇച്ചിരി ഇഷ്ടമുണ്ടാവും. ഇത് നല്ല വിങ്സ് ഇട്ട് കൊടുക്കാം. ചൂട് ഉള്ളെഴുതാം. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും നടപടിയായില്ല. ഇനി പരിപാടി നിർത്താണ്. എനിക്ക് വേർത്തിട്ട് എന്നെക്കൊണ്ട് മേല. ഫൈനലി